ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ആയിട്ട് പോവാം. നമ്മളെ ഹീറോ ജിമിനാണ്. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. ടൈറ്റിൽ ഞാനൊന്നും പറയാൻ പോകുന്നുമില്ല. നമുക്ക് സ്റ്റോറിക്ക് പോവാം. അതെ, നമ്മളെ ഹീറോ ഒരു ഡോക്ടറാണ്. നമ്മളെ ജിമിൻ എപ്പോഴും മതി ഒരു ആക്ടർ. ഇതിലൊരു ആക്ടറാണ് ജിമിൻ. അത് ആക്ടർ മാത്രമല്ല, ഫേമസ് ആക്ടറാണ്. നമ്മളെ ഹീറോ ഒരു ഡോക്ടർ, ഫേമസ് ഡോക്ടറാണ്. നമുക്ക് നോക്കാം, സ്റ്റോറിക്ക് പോവാം. അങ്ങനെയായിട്ട് ഹീറോയിൻ നല്ല നല്ല ബിസി ആയിരുന്നു ഹോസ്പിറ്റലിൽ. ഒരു ഒരു അമ്മയ്ക്ക് ഡെലിവറി പെയിൻ വന്നായിരുന്നു. അതെ, കുട്ടി ജനിക്കാണ്. അതുകൊണ്ട് കുട്ടി ജനിക്കായിരുന്നു. അങ്ങനെ ഡോക്ടർ പറയായിരുന്നു അങ്ങനെ കുട്ടി അവർക്ക് ജനിച്ചായിരുന്നു, പ്രശ്നമില്ല. ഹസ്ബൻഡോട് പറയായിരുന്നു നിങ്ങൾക്ക് കുട്ടി ജനിച്ചെന്ന് പറയുന്നത് ട്വിൻസാന്ന് പറഞ്ഞു. ഒരു ഗേൾ ബേബി ഒരു ബോയ് ബേബി ജനിച്ചിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയായിരുന്നു. ഹീറോയോട് വെളിയിൽ വന്നായിരുന്നു. ഹീറോയുടെ അച്ഛൻ അമ്മ അവിടെ ഇരുന്ന് അയ്യോ വീണ്ടും വന്നു എന്ന് ഹീറോയിൻ്റെ റിയാക്ഷൻ ചേഞ്ച് ആയിരുന്നു. മോളെ എന്തമ്മ, വാ ക്യാബിനിക്ക് വാ എന്ന് പറയായിരുന്നു. അവിടെ കുറച്ചൊരു ഫാഷൻ ഉണ്ടായിരുന്നു. എന്താ ഇത് പോകുന്നത്? അത് ഡോക്ടറിൻ്റെ അമ്മയും അച്ഛനാണ്. ഇപ്പം ലഞ്ച് ടൈമാണ്. ലഞ്ച് പറഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നു നോക്കാം എന്ന് കണ്ട് ഹീറോ റൂമിൻ്റെ അകത്ത് പോയിരുന്നു. ക്യാബിനിൽ പോയിട്ട് നോക്കുക. അമ്മ പറയായിരുന്നു അങ്ങനെ ഫോട്ടോസ് ഫുഡ് കഴിച്ച് കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞില്ലേ ഇതിലാരാണ് നിനക്ക് ഓക്കെ എന്ന് പറയുമായിരുന്നു. ഹീറോയിൻ്റെ വീട് ചേഞ്ച് ആയിരുന്നു. അമ്മ എത്ര പറഞ്ഞ് മനസ്സിലായില്ലേ, പ്രിയ പറഞ്ഞേക്ക് മാരേജ് ചെയ്യണം, ഇതിൽ ഏത് ഓക്കെ പറയും, അതുകൊണ്ട് നിനക്ക് സെറ്റാക്കാം എന്ന് പറയാം. ഹീറോയിൻ്റെ വീട് ചേഞ്ച് ആയിരുന്നു. അമ്മ എനിക്ക് വീട്ടിൽ ആരും ഇഷ്ടപ്പെട്ടില്ല എന്ന് ഹീറോയി പറയായിരുന്നു. ഇവൻ്റെ പേര് അർജുൻ. ഇവനൊരു പറഞ്ഞ ഒരു ആക്ടർ. നിനക്ക് ആക്ടിങ്സ് പറഞ്ഞ ആക്ടർ എല്ലാം പിടിക്കുമല്ലേ. അമ്മവും ആക്ടറായ നിനക്കെന്താ, എനിക്ക് ഇവനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയായിരുന്നു. അതെ, ഹീറോയെ പറഞ്ഞ് കേട്ട് ഷോക്കായിരുന്നു ഹീറോയിൻ്റെ മമ്മി ഡാഡിക്ക്. എന്താ അമ്മ പറയുന്നത്, ഇവനൊരു ആക്ടറമ്മ എന്ന് പറയായിരുന്നു. അതെ, ഈസ് ഡ്രാമ ഈ സ്റ്റോറി ഒരു ഏജ് ഗ്യാപ്പ് സ്റ്റോറിയാണ്. അതെ, നമുക്ക് ആർക്ക് ഏജ് എന്ന് പറയാം. ഹീറോയ്ക്ക് അമ്മക്ക് അമ്മ പറയായിരുന്നു ഇവനിക്ക് 32 വയസ്സായി എന്ന് ഹീറോയിനോട് പറയാറ് അർജുൻ. മോം, ഇവൻ ആക്ടർ എനിക്കും ഇഷ്ടമല്ല, എനിക്ക് ഇവനെ പിടിച്ചില്ല എന്ന് ഹീറോയി പറയുന്നു. അമ്മ വഴക്ക് പറയായിരുന്നു. എപ്പോൾ നോക്കി ഈ കാര്യമെന്ന് പറയും എന്ന് ഹീറോയിൻ അമ്മ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പോയിരുന്നു. ഹീറോയ്ക്ക് ഇവൻ എത്ര വേദ ആലോചന വരാം എന്ന് ഹീറോയി ടെൻഷനായിരുന്നു. അങ്ങനെ ശരി, ഈ ഹോസ്പിറ്റൽ അതെ ഹീറോ ഇപ്പോൾ ഹീറോയുള്ള പ്ലേസിൽ ശരി ഇവിടെ തന്നെ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഹീറോ ഇപ്പോൾ ഉള്ളത് ഹിന്ദിയിലാണ് ഉള്ളത്. ഹീറോ കൊറിയക്കും പോയിട്ട് വരും. അതുപോലെ കൊറിയയിൽ പറഞ്ഞ ഒരു ഫ്രണ്ടുണ്ട്, അവിടേക്ക് വേണ്ടി ഇവൾ വന്ന ട്രിപ്പ് പറഞ്ഞ് അവർക്ക് പോകും. അതുമാത്രമല്ല ഹീറോയ്ക്ക് ഒരാളെ ക്രഷ് പറഞ്ഞ ജിമ്മിൻ പറഞ്ഞ ഒരുപാട് ഇഷ്ടമാണ്. അതുമാത്രമല്ല ക്രഷ് മതി, എനിക്ക് സെറ്റാവില്ല എന്ന് ഹീറോയിനെ എപ്പോഴും തോന്നുക. അതുമാത്രമല്ല കുറച്ച് ഏജ് ഗ്യാപ്പ് ഉണ്ട്. ശരി ഓക്കെ, അവനക്ക് എങ്ങനെ എന്നെ ഇഷ്ടപ്പെടൂ, അവനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട് പറയാം. അതെ, ജിമ്മിനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് റൂമർ പറയായിരുന്നു. ജിമ്മിനെ നോക്കാം. ജിമ്മിനെ വഴക്ക് പറയായിരുന്നു. അങ്ങനെ ജിമ്മിനിക്ക് പറഞ്ഞ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ജിമ്മിന് വഴക്ക് പറയായിരുന്നു. ഡേറ്റിംഗ് ചെയ്യുന്ന മാത്രം എനിക്ക് സെറ്റാവില്ല. ജിമ്മിന് വഴക്ക് പറയായിരുന്നു. നീ എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ല, എനിക്കൊണ്ട ഗേൾ ഫ്രണ്ട് എന്ന് പറയാൻ, നീ എൻ്റെ ഫ്രണ്ട്, അത്രയാണ് ഞാൻ കണ്ടത് എന്ന് ജിമ്മിന് വഴക്ക് പറയായിരുന്നു. അതെ, ജിമ്മിക്ക് ഗേൾ ഫ്രണ്ടില്ല, ഫ്രണ്ട് മാത്രമായിരുന്നു. ആ പെണ്ണ് ഓവറാക്കിയ ഗേൾ ഫ്രണ്ട് എന്ന് റൂമറാക്കായിരുന്നു. ജിമ്മിനിക്ക് ടെൻഷൻ വഴക്ക് പറയായിരുന്നു. എനിക്ക് പിടിച്ച പെണ്ണും കിട്ടിയിട്ടില്ല അങ്ങനെ ജിമ്മിന് വഴക്ക് പറയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കൊറിയയിൽ ജോബ് കിട്ടിയത്, അതുകൊണ്ട് കൊറിയയിൽ അവർ സെറ്റിലായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് ശരി അവൾ വിളിക്കുന്നുണ്ട്, ശരി അവളോ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞ കൊറിയക്ക് വന്നതാണ്. കൊറിയയിൽ പറഞ്ഞ ഒരു ബിസിനസ് മാനെ മാരേജ് കഴിച്ചതാണ്. ലവ് മാരേജ് വന്ന ഡോക്ടർ പഠിക്കാൻ വേണ്ടി പോയത്. അവിടെ ഇങ്ങനെ കണ്ടിട്ട് ഒരു ഓഫീസിൽ പോയപ്പോൾ ഇവർ കണ്ട് മീറ്റ് അവർ സെറ്റിലായ മാരേജ് കഴിച്ച്. ശരി ഓക്കെ, എന്നെ കാണാൻ പോവാ, നിന്നെ ചുമ്മാ വിളിച്ചത് വരുന്നു. ഹീറോയുടെ ഫ്രണ്ടിനോട് പറഞ്ഞു, മോളെ എൻ്റെ മോക്ക് എങ്ങനെ ഒരു ചെക്കൻ സെറ്റാക്കുമ്പോൾ എന്ന് ഹീറോയുടെ മമ്മി ഓളോട് കോൾ ചെയ്തിട്ട് പറഞ്ഞിരുന്നു. ശരി ആൻറ്റി, ഞാൻ സെറ്റാക്കാമെന്ന് പറയായിരുന്നു. അങ്ങനെ 1 മന്ത് ഇവിടെ റെസ്റ്റ് എടുക്കാം എന്ന് ഹീറോ ട്രിപ്പ് എന്ന് 1 മന്ത് ലീവ് എടുത്ത് ഹോസ്പിറ്റൽ ലീവ് എടുത്ത് 1 മന്ത്ക്ക് ട്രിപ്പ് വന്നതായിരുന്നു. അങ്ങനെ ഹീറോ സെറ്റിലാവുന്ന ചെയ്തു. അങ്ങനെ കുറച്ച് 2 ദിവസമായി ഹീറോ വന്നിട്ട്. ഹീറോ പറയായിരുന്നു, മച്ചേ എന്താടി ഞങ്ങൾ പുറത്ത് പോയിട്ട് വരാമെന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു, അതെടി ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഉള്ളത്, എൻ്റെ ഹസ്ബൻഡ് ബിസിനസ് പറഞ്ഞിട്ട് പോയിനടി 1-2 മന്ത്തോടി
ഇത് കേട്ട് ഹീറോ ഷോക്കായിരുന്നു. 1 മന്ത് എടി പറഞ്ഞു നീ 1 മന്ത് ഇരിക്കും, ഞാനും ഒരു 1 മന്ത് ഇരിക്കും. ഹീറോയിൻ്റെ ഫ്രണ്ട് സാഡായിട്ട് പറയായിരുന്നു. എന്തടി മച്ചി ഇത് പറയാം, ആൾറെഡി മച്ചി ബിസിനസ് ട്രിപ്പ് അങ്ങനെ പറയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ബിസിനസ് മാൻ മാത്രമല്ലടി, ഒരു ഫേമസ് ഒരു ആക്ടറാണ് എന്ന് പറയായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു. അതെ, ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് ജേഹോ. അതെ, കൊറിയനായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു. ശരിടി, നീ പോവാ, വെളിയിൽ പോവാന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ചുമ്മാ വെളിയിൽ വന്നതാ ഹീറോയിൻ. ഹീറോയിനെ വെളിയിൽ വന്ന് നോക്കുമ്പോൾ ഒരു ഗ്രാൻഡ്മ. ആ ഗ്രാൻഡ്മ പറയായിരുന്നു, നിനക്ക് നല്ല വരമുണ്ട്, നിനക്ക് ഹസ്ബൻഡ് വരമുണ്ട് എന്ന് ഗ്രാൻഡ്മ പറയായിരുന്നു. അയ്മ പറയാനായിട്ട് ഹീറോയ്ക്ക് കണ്ട് കഥ പോകാൻ നോക്കായിരുന്നു. അങ്ങനെ പറയായിരുന്നു. ഹീറോയുടെ ഫുൾ നിക് നെയിം പറയുമ്പോൾ ഷോക്കായിരുന്നു. അങ്ങനെ ഹീറോ ഓടിപ്പോയി ഗ്രാൻഡ് കേട്ടെ. ഗ്രാൻഡ് പറയുന്നു, നിനക്ക് വരുന്ന പാർട്ട്ണർ വിടാൻ പാടില്ല, അവൻ ചെറിയ പ്രശ്നങ്ങളെല്ലാം വരും, മാത്രം മോളെ നിനക്ക് കുറച്ച് എൻഗേജ്മെൻറ്റ് വരും എന്ന് പറയാം. ഹീറോ ഷാക്കായിരുന്നു. അങ്ങനെയായിട്ട് അക്രനോട് ശരിമാ എന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങനെ നടന്ന് പോയായിരുന്നു. ഹീറോ നടന്നു പോകുന്നായിരുന്നു. അങ്ങനെ ജിമ്മിന് അവിടുന്ന് ടെൻഷനിൽ ഇങ്ങനെ മാസ്ക് ഇട്ട് വരായിരുന്നു. അപ്പാണ് ഹീറോ നടന്നുകൊണ്ട് വന്നായിരുന്നു. ഇടിച്ച് ഇങ്ങനെ സെന്തലുണ്ട് പറഞ്ഞു ജിമ്മിന്. അയ്യോ ഓടി വരാം. ആരിപ്പം മറിച്ച് വെക്കാം, ഇവളെ മറിച്ച് വെക്കാം എന്ന് പറഞ്ഞ് ഹീറോയിനെ പിടിച്ചു. ഇങ്ങനെ സെന്തൽ കിസ് ചെയ്യുന്ന പോലെ ആക്ടിങ് ചെയ്തായിരുന്നു. അങ്ങനെ കുറേ ഗേൾസ് ഫാൻസ് ഉണ്ടായിരുന്നു. പിടിച്ച നേരത്തിൽ കിസ് അടിച്ചായിരുന്നു. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. അയ്യോ അടാ, ആരടാ എന്നെ ഫാസ്റ്റ് കിസ് എടുത്തത് എന്ന് പറഞ്ഞ ഹീറോ ഷോക്കായി നോക്കും. ജിമ്മിനായിരുന്നു. ഹീറോയ്ക്ക് കണ്ണുകൊണ്ടായിരുന്നു. എന്താ ഇവനാ കിസ് ചെയ്തത്, ഇവനെനിക്ക് ക്രഷായിട്ട് പിടിക്കൂ, അതുമാത്രമല്ല ഇപ്പം എനിക്ക് കിസ് ചെയ്ത. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ഹീറോയെ ഊന്നിട്ട് എന്തിനാ കിസ് ചെയ്തത് ജിമ്മിൻ നോക്കി മുറയ്ക്കായിരുന്നു. എനിക്കടത്ത് പലാന്ന് ഒരട്ടി വെച്ച് എവിടെ നോക്കി കിസ് അടിക്കുന്നു വഴക്ക് പറഞ്ഞ ഹീറോ അവിടുന്ന് വന്ന് ജിമ്മിന് കണ്ണത്ത് കൈ വെച്ച് ഷോക്കായിരുന്നു. എന്ന് ഷോക്കായി നോക്ക്, എന്ന് ഒരു കിസ്സൊക്കെ അടിച്ചതെന്ന് പറയുന്നു. ജിമ്മിനിക്ക് ഷോക്കായിരുന്നു. ഷോക്കിൽ വേണമായിരുന്നു. ജിമ്മിൻ കോൾ വന്നു. ഞാൻ വന്നു എന്ന് പറയായിരുന്നു. ജിമ്മിൻ ഫ്രണ്ട്സ് കോളായിരുന്നു. ജങ്കു കോൾ ചെയ്ത് പറഞ്ഞായിരുന്നു. ശരി നോക്കൂ ശരി എന്ന് പറയാം. ജിമ്മിനിക്ക് അതേ ഓർമ്മ വരുമായിരുന്നു. അങ്ങനെ കണ്ണത്തടിച്ചത് കിസ് ചെയ്യുമ്പോൾ കിസ് ചെയ്തപ്പോൾ ഷോക്കായി കണ്ണത്ത് പളാന്നൊരു